Watch India's largest kids library only on Jio Hotstar. Download the app now. ഗുഡ് മോർണിംഗ് ബോക്സർ ചേട്ടാ. എന്താ നിങ്ങൾക്കൊരു വിഷമം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും പറയണ്ട. ഇന്ന് ഞാൻ 2 പ്രശ്നത്തിൽ ചെന്ന് കുടുങ്ങിയിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതിന്റെ ഒന്നാമത്തെ കാര്യം, മോഡേൺ സിറ്റി വരെ എന്റെ പുതിയ കാർ മേടിക്കാൻ വേണ്ടി പോകണം. അതേപോലെ തന്നെ എന്റെ ബോക്സിംഗ് കോമ്പറ്റീഷന് വേണ്ടി അവരെന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒരേ സമയത്ത് 2 സ്ഥലത്ത് എങ്ങനെ എത്തും മനസ്സിലാവുന്നില്ല. ഈ ചെറിയൊരു പ്രശ്നത്തിനാണോ എന്റെ ബോക്സർ ചേട്ടാ നിങ്ങൾ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? നിങ്ങൾ നിങ്ങളുടെ ബോക്സിംഗ് കോമ്പറ്റീഷന് പോയിക്കോളൂ. പിന്നെ നിങ്ങളുടെ കാറിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ കാറിന്റെ ഡെലിവറി ഞങ്ങൾ ചെയ്തോളാന്നേ. എന്തേ പത്ലു? എന്താ? ഇല്ല ഇല്ല മോട്ടു, ഇല്ല. അതേ മോട്ടു, നീ എന്റെ പ്രശ്നം അങ്ങ് മൊത്തത്തിൽ സോൾവ് ചെയ്ത് തന്നല്ലോ. നിങ്ങൾ പോയിട്ട് കാർ മേടിച്ചോണ്ട് വരൂ. താങ്ക് യു മോട്ടു, താങ്ക് യു പത്ലു. പക്ഷെ എന്റെ കാറ് പുതിയ മോഡൽ കാറാണ്, മനസ്സിലായോ? ഒരു ചെറിയ പോറിന് പോലും ഉണ്ടാവരുത്. ഇനി അങ്ങനെ വല്ലതും ഉണ്ടായാൽ നിങ്ങളെ ഞാൻ ശരിയാക്കി തരും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക്? എന്റെ സയൻസിന്റെ മേലെ സത്യമായിട്ടാണ് പറയുന്നത്. ഈ കാറ് ഭയങ്കര സൂപ്പർ ആയിട്ടുണ്ട്. പൊളിച്ചടുത്തല്ലോ. എന്ത് സുന്ദരമായ കാറാണ്. ഇത്രയും സുന്ദരമായ കാറ് എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. അതെ മോട്ടു, പതുക്കെ ഓട്ടിക്ക്. ഇത് കാറാണ്, എയറോപ്ലെയിൻ അല്ല. എന്റെ പത്ലു, നീ ടെൻഷൻ അടിക്കണ്ട. നീ ഇരുന്ന് ആസ്വദിച്ചോ. മോട്ടു, അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. അതെ മോട്ടു, നീ ഇപ്പോഴത്തെ എന്തായി ചെയ്തത്? സോറി പത്ലു, പക്ഷെ അറിയില്ല പെട്ടെന്ന് എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന്. നമ്മളിപ്പോ ഭൂമിയിലല്ല, കാറിന്റെ കൂടെ ആകാശത്താണ് ഉള്ളത്. മോട്ടു പത്ലു, താഴത്തേക്ക് ഇറങ്ങ്. ഞാൻ നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്റെ കാർ നിങ്ങൾ ചളക്കി കളഞ്ഞു. എനിക്ക് അതിന് നഷ്ടപരിഹാരം വേണം. ഇവരെ പോലീസിന്റെ അടുത്ത് പിടിച്ചു കൊടുക്ക്. മോട്ടു, മേലേക്ക് ദൈവത്തിന്റെ അടുത്ത് പോകാനുള്ള സമയം എത്തിക്കഴിഞ്ഞു. ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. പക്ഷെ ആ ബോക്സർ ചേട്ടൻ നമ്മളെ വിടില്ല. അതുകൊണ്ട് ഓടിക്കോ മോട്ടു. അവന്മാരെ പിടിക്ക്. അവന്മാരെ രക്ഷപ്പെടരുത്. മോട്ടു, പതുക്കെ. ഹലോ ഇൻസ്പെക്ടർ ചിങ്കം സാറേ, ഏതോ ഒരു കുറ്റവാളി സിഗ്നൽ ലംഘിച്ചോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവർ നിങ്ങളുടെ സൈഡിലേക്ക് വന്നോണ്ടിരിക്കുകയാണ്. റെഡ് സ്പോർട്സ് കാർ ആണ്. സ്റ്റോപ്പ് ഹിം സർ. ഡോണ്ട് വറി. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ. അറിയാമല്ലോ, ഇംപോസിബിൾ. ഞാൻ ഇപ്പൊ തന്നെ അവരെ പിടിച്ചോളാം. വെറുതെ വീട്ടിലിരിക്കായിരുന്നില്ലേ? ഇത്രയും പ്രശ്നങ്ങൾ വില കൊടുത്ത് മേടിക്കണമായിരുന്നോ? പത്ലു, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരിക്കാറന്നല്ലേ ചെയ്യാറ്, അല്ലാതെ നമ്മൾ നിക്കാറൊന്നും ഇല്ലല്ലോ. മോട്ടു, ഞാൻ എന്നോട് ഒരു കാര്യം പറഞ്ഞതാ. ഇനിയെങ്കിലും കാർ ഒന്ന് സൂക്ഷിച്ച് ഓടിക്ക്. അങ്ങോട്ട് നോക്ക്, അവരെല്ലാരും ഇപ്പോഴും നമ്മളെ തന്നെ ഫോളോ ചെയ്യുന്നത്. എന്റെ അമ്മ! മോട്ടുപത്തു, നിങ്ങളെ കണ്ടത് ഏതായാലും നന്നായി. ഒരു കുറ്റവാളി ഈ സിറ്റിയിൽ ഓടുന്ന എല്ലാ കാറിനും ഇടിച്ച് രക്ഷപ്പെട്ടു പോയിത്രേ. അവനെ പിടിക്കണം. അവന്റെ കാറും റെഡ് കളർ സ്പോർട്സ് കാറാണത്രേ. ദാ തന്റെ ഈ കാറിന് പോലെ തന്നെ മോഡേൺ സിറ്റിയിൽ ആ കുറ്റവാളി ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്റെ പ്രൊമോഷൻ ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ അവനെ ഒരിക്കലും വിടില്ല. മോട്ടുപത്രു, ഇത് കണ്ടോ? പോലീസിന്റെ വണ്ടി പുറകെ വരുന്നുണ്ട്. അവനെ പിടിക്കാനാണ് അവര് വരുന്നത്. പത്ലു, ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്റെ അമ്മോ! എന്റെ അമ്മോ! മോട്ടു, നമുക്ക് ആ കുറ്റവാളിയെ പിടിക്കണം. ആ കുറ്റവാളിയെ. നീ എന്തിനാ കുറ്റവാളിയെ പോലെ എത്ര വേഗത്തിൽ വണ്ടി ഓടിക്കുന്നത്? സാറേ, കുറ്റവാളിയെ പിടിക്കണമെങ്കിലേ നമ്മളും കുറച്ചു നേരമെങ്കിലും ഒരു കുറ്റവാളിയായിട്ട് സ്വയം സങ്കല്പിക്കണം കേട്ടോ. വീണ്ടും ആ ശബ്ദം എവിടുന്നാണ് വരുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെന്താണ്? മോഡേൺ സിറ്റിക്ക് ഭയങ്കര മാറ്റമാണല്ലോ. റോട്ടിൽ കൂടെയൊക്കെ ട്രെയിനും ഓടാൻ തുടങ്ങിയോ?
മോട്ടു ട്രെയിൻ റോട്ടിലല്ല പോകുന്നത്, നമ്മുടെ കാറാണ് ഇപ്പോ ട്രെയിനിന്റെ ട്രാക്കിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നിനക്ക് മനസ്സിലായില്ലേ? വിളിച്ചെടുത്തല്ലോ, എന്നെ രക്ഷിക്കൂ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഒരു ട്രെയിനും ഇതുവരെ എന്റെ പുറകെ വന്നിട്ടേ ഇല്ല. പത്തലു, ഇനി എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ചിന്തിക്കൂ. ഐഡിയ! കാറിനെ വേഗം തന്നെ ലേക്കിലേക്ക് ചാടിച്ചോ. എന്റെ അമ്മോ! ഹലോ ചിങ്കം സാർ, ഇപ്പൊ കിട്ടിയ ന്യൂസ് ആണ് കുറ്റവാളിയുടെ കാറ് ഫ്ലൈ ഓവറിൽ നിന്ന് മെട്രോ ട്രാക്കിലേക്ക് ചാടിയെന്ന്. അവിടെ നിന്ന് ലേക്കിലേക്കാണ് വീണിരിക്കുന്നത്. ഇനിയിപ്പോ അവരവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന്. എന്റെ അമ്മോ, യു ഡോണ്ട് വറി. ഞാൻ അവരെ വെറുതെ വിടില്ല. ഞാൻ ഇതേ ഏരിയയിൽ തന്നെ ഉള്ളത്. ആ കുറ്റവാളിയുടെ കാറ് ഫ്ലൈ ഓവറിൽ നിന്ന് മെട്രോ ട്രാക്കിലേക്കാണ് വീണത്. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നെ ലേക്കിലേക്കാണ് വീണത്. ഓ നോ, അപ്പൊ അത് വേറെ ആരുമല്ല, മോട്ടു പത്രുവിന്റെ വണ്ടി തന്നെയാണ്. സ്റ്റോപ്പ്! എന്റെ അമ്മോ! മോട്ടു പത്ലു, നിങ്ങൾ എന്നെ വഞ്ചിക്കായിരുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, ഒരിക്കലും വിടില്ല. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എന്നെ പറ്റിക്കായിരുന്നു, പറ്റിക്കായിരുന്നു നിങ്ങൾ. നിക്ക്. അതെ, ഷട്ടർ താത്തിക്ക് പെട്ടെന്ന്. കഴിഞ്ഞു, നമ്മുടെ കാര്യം കഴിഞ്ഞു. ഫ്രണ്ടിൽ നോക്ക്, പോലീസ് ചെക്ക് പോസ്റ്റ്. പുറകോട്ട് പോയാൽ നമ്മളെ പിടിച്ചു വെക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ചേടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, നിങ്ങൾ വിഷമിക്കണ്ട. എന്റെ അടുത്ത് ഒരു സൂപ്പർ ആയിട്ടുള്ള ഐഡിയ ഉണ്ട്. ഇപ്പൊ ഈ കാറിനെ നമ്മളെ കൊണ്ട് പറപ്പിച്ച് കൊണ്ടുപോകാൻ സാധിക്കും. ഇതെന്തുകൊണ്ടാ നിങ്ങൾ നേരത്തെ പറയാതിരുന്നത് വല്യേട്ടാ? നമ്മൾ എന്തുമാത്രം അനുഭവിച്ചു എന്ന് അറിയാവുന്നല്ലേ? എന്നിട്ട് ഇപ്പൊ പറഞ്ഞു പോവാന്ന് പറയുന്നു. എഴുന്നേക്ക്, തല്ല്. എനിക്ക് മറന്നു പോയതാണ്, എന്നെ വിട്ടേക്ക്. എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല, അതുകൊണ്ടാ. അതെ. അല്ല, ഇത് ആ കാറ് തന്നെയല്ലേ? ഹലോ, നിക്കേ. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. അവിടെ തന്നെ നിക്ക്, ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. നിക്ക്. അയ്യോ. ഹലോ, എയർഫോഴ്സിന് ഫോൺ ചെയ്യാ, പെട്ടെന്ന് ചെയ്യാ. നമ്മൾ വീണ്ടും കുടുങ്ങിയെന്ന് തോന്നുന്നു. പൊളിച്ചെടുത്തല്ലോ, ഈ യാത്രയോടെ നമ്മുടെ കഥ തീരുന്നാ തോന്നുന്നേ. അവിടെ നിക്കണ പറഞ്ഞേ. മമ്മി രക്ഷിക്കണേ. വേണ്ട, എന്റെ അമ്മോ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. മോട്ടു, നീ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് മാറ്. ഈ പ്രശ്നം ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. പിടിക്കണേ. സ്റ്റോപ്പ്. അതൊക്കെ ചിങ്കം സാറേ, എന്നെ മുറുകെ പിടിച്ചോളേ. എന്നെ വിടല്ലേ, please, എന്നെ വിടല്ലേ, രക്ഷിക്കണേ. ചിങ്കം സാറേ, എന്നെ വിടൂ. മോട്ടോ, എന്റെ കാർ ഡെലിവറി എടുത്തോണ്ട് വന്നോ? എവിടെ കാണിക്ക്? എവിടെ എന്റെ കാർ? എവിടെ കാണിക്ക്? എന്റെ കാർ എവിടെയാണ്? വേഗം പറ. ബോക്സർ ചേട്ടാ, ഡെലിവറി ഒക്കെ ഞങ്ങൾ ചെയ്തു. നോക്കൂ, ദേ കണ്ടില്ലേ നിങ്ങളുടെ കാറ്? ഇതെന്റെ കാറാണെന്നോ? ഇതിനെയാണോ നീ കാർ എന്ന് പറയുന്നത്? എന്റെ കാറ് തകിടി പൊടി ആക്കി കളഞ്ഞില്ലേ? ഇപ്പൊ പീസ് ആയിട്ട് കിടക്കുന്നത് കണ്ടില്ലേ? അത് ഉടനെ ശരിയാക്കി തരാൻ നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാണ്. നിങ്ങളെ ഞാൻ ഇടിച്ചിവിടുന്ന് തെറിപ്പിച്ച് കളയും. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും?
ഏയ് പത്തലു എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ ആലോചിക്കൂ. ഐഡിയ. ഇതാ കാർ ഡിസൈനിങ്ങിന്റെ പുസ്തകം, ഇതാ സമോസ. എന്നിട്ട് നിന്റെ ജോലികൾ തുടങ്ങിക്കോ. അടിപൊളി, കൊള്ളാം. ഓ മോട്ടു, കാർ നല്ല അടിപൊളി ആക്കി കളഞ്ഞല്ലോ. ഇതെങ്ങനെ മാറ്റിയാലും ഇത് എന്റെ കാറ് പോലെ തോന്നുന്നില്ലല്ലോ. അതിനേക്കാളും സൂപ്പർ ആയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ, ഞാൻ വരട്ടെ. Watch India's largest kids library only on Geo Hotstar. Download the app now.